ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ബി എഡിനെ പറ്റി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറുള്ള ബി എഡ് കോളേജുകളെ പറ്റിയിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതിൻ്റെ ഫീസായി കാര്യങ്ങളൊക്കെ വേറെ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ബി എഡിനെ പറ്റി അറിയണമെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആകെ 2 ഗവൺമെൻറ് ബി എഡ് കോളേജുകളുള്ളൂ. ഒന്ന് കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ തൃശ്ശൂരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. ഇവിടെ ഒരു 10-20,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് ബി എഡ് ചെയ്തിട്ട് വരാം. ഫീസ് അത്രയ്ക്ക് വരുള്ളൂ, 20,000 വരില്ല, അതിന് താഴെ. ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് കേട്ടോ, 2 സ്ഥലത്തും ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്. ബി എഡിൻ്റെ ഏറ്റവും നല്ല മാർക്ക് വേണ്ടത് നമുക്ക് ഡിഗ്രിക്കാണ് വേണ്ടത്. പി ജി ഉണ്ടെങ്കിൽ വെയിറ്റേജ് ആണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ബി എഡ് എടുക്കാം, പക്ഷേ പി ജിയുടെ മാർക്ക് ഉണ്ടെങ്കിൽ ഇത്തിരി വെയിറ്റേജ് കൂടും. പക്ഷേ ഡിഗ്രിയുടെ മാർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. പിന്നെ മെറിറ്റ് മാനേജ്മെൻറ്റിൽ 2 കോളേജാണ്, ഫറൂഖ് ട്രെയിനിങ് കോളേജും അതുപോലെ തന്നെ പാലക്കാടുള്ള NSS ട്രെയിനിങ് കോളേജും. അവിടെ ഫീസ് ഉണ്ട് ഈ നമ്മുടെ ഗവൺമെൻറ് കോളേജിനേക്കാളും ഇത്തിരി കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ കിട്ടാൻ നല്ല പാടാണ്. നല്ല മാർക്ക്, ഡിഗ്രിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തവർക്കാണ് ഇവിടെ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബി എഡ് എന്ന് പറയുമ്പോൾ എല്ലാ വിഷയവും ഉണ്ടാവണമെന്നില്ല. ചില സ്ഥലത്ത് മലയാളം ഉണ്ടാവില്ല, ചില സ്ഥലത്ത് ഇംഗ്ലീഷ് ഉണ്ടാവില്ല, ചില സ്ഥലത്ത് മാത്സ് ഉണ്ടാവില്ല, ചില സ്ഥലത്ത് ഫിസിക്കൽ സയൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്നും ഉണ്ടാവുള്ളൂ. അത് വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുന്നതായിരിക്കും. അതുപോലെ പിന്നെ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സാണ്. യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന സെൻറ്റേഴ്സ്, അത് അറൗണ്ട് ഒരു 30-800 അങ്ങനെയാണ് ഫീസ് വരിക. ഒരു 60ൻ്റെ ഒക്കെ ഇടയിൽ 2 കൊല്ലത്തിനുള്ളിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. വയനാടാണ് ഒരെണ്ണമുള്ളത്. വയനാട് 2 എണ്ണം ഉണ്ട്, ബത്തേരിയിലും പിന്നെ ഒരു സ്ഥലത്താണുള്ളത്. അവിടെ ഫീസ് ഉണ്ട്, പക്ഷേ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന സെൻറ്റേഴ്സാണ്, വേറെ കുഴപ്പങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് 3 ഒരെണ്ണം വടകരയിലുണ്ട്, മലപ്പുറത്ത് മഞ്ചേരിയിലും പിന്നെ മലപ്പുറം ഓൾറെഡി ഉള്ളത്. പാലക്കാട് ആകെ ഒരെണ്ണമാണ് കേട്ടോ ഉള്ളത്, യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ. അവിടെ മലയാളമല്ല. തൃശ്ശൂർ യൂണിവേഴ്സിറ്റി, പാലക്കാട്, അങ്ങനെ 3 സ്ഥലത്ത് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്, യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ വരുന്നത് കേട്ടോ. ആകെ 5 എണ്ണമാണ് ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 57 എണ്ണം ഉണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിനെ പറ്റി കുറേ പറയാനുണ്ട്. ഞാൻ സെൽഫ് ഫിനാൻസിങ്ങിലാണ് പഠിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ്ങിൽ മെറിറ്റ് സീറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോയിട്ട് അപ്ലൈ ചെയ്യും, പക്ഷെ നമുക്ക് സീറ്റ് കിട്ടില്ല. കാരണം ഈ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ ഓൾറെഡി ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 18 കുട്ടികളാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അതിൽ 10 സീറ്റ് ഓൾറെഡി മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കണേക്കാൾ മുമ്പ്, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണേക്കാൾ മുമ്പ് അവിടെ നേരിട്ട് പോയിട്ട് ആളുകൾ ഓൾറെഡി പൈസ കൊടുത്ത് അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇത്തിരി ഗവൺമെൻറ്റിലും ഇതിലൊക്കെ കിട്ടാൻ സാധ്യത കുറവാണെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കോളേജുകൾ പോലെ പല മാനേജ്മെൻറ്റിൻ്റെയും ബി എഡ് കോളേജുകളുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഉണ്ട്, അതുപോലെ NSS അങ്ങനെയുള്ള പല മാനേജ്മെൻറ്റിൻ്റെയും കീഴിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ പോയിട്ട് അഡ്മിഷൻ, അങ്ങനെ ഒരു ടോക്കൺ കൊടുത്ത് നമുക്ക് ഇവിടെ താല്പര്യമുണ്ട്, ഗവൺമെൻറ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടെ കയറണമെന്നുണ്ട് എന്നുള്ളത് പറയാം കേട്ടോ. ഫീസിൻ്റെ കാര്യത്തിൽ നല്ല വേരിയേഷൻ ഉണ്ട്. ചിലടത്ത് 1 ലക്ഷം 2 ലക്ഷം. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ കയറുമ്പോൾ